Hi all, welcome to Freefall Academy. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേവ് ഫംഗ്ഷൻ. ക്വാണ്ടം മെക്കാനിക്സ് എന്തിനോടാണ് കൺസേൺ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് സൈ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഡി ബ്രോയി ഹൈപ്പോത്തസിസ് അറിയാം അല്ലേ? ഫോർ എവറി മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ദർ ഈസ് എ വേവ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഏത് മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തും ഒരു വേവ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോയി വേവ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ, അറ്റോമിക് സൈസിലേക്കുള്ള ഒബ്ജക്റ്റിലാണെങ്കിലാണ് നമുക്കത് കൂടുതലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. സൈസ് കൂടുന്തോറും മാക്രോ വേൾഡിൽ മാറ്റർ വേവ് എന്ന കൺസെപ്റ്റിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ ഒരു വേവ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ എവറി മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. അപ്പോൾ ഈ വേവ് നമ്മൾ ഇപ്പോൾ വാട്ടർ വേവ് നോക്കുകയാണെങ്കിൽ, വാട്ടർ വേവിന് അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാക്കുന്ന, അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻ ഉണ്ടാക്കുന്നത് വാട്ടറിൻ്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നോക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ് വേരി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാറ്റർ വേവിൽ എന്താണ് അവിടെ മാറ്റർ വേവിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത്, ആ വേരിയേഷൻ ഉണ്ടാക്കുന്നത്? അതിനുള്ളൊരു ഉത്തരമാണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. സോ വേവ് ഫംഗ്ഷൻ്റെ വേരിയേഷൻ ആണ് മാറ്റർ വേവ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷൻ സൈ അറ്റ് സം പോയിന്റ് XYZ അറ്റ് എ പർട്ടിക്കുലർ ടൈം T എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ പോയിന്റിൽ പർട്ടിക്കുലർ ടൈമിൽ പാർട്ടിക്കിളിനെ അവിടെ കാണാനുള്ള സാധ്യതയെയാണ് നമ്മൾ സൈ XYZ T എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സൈ എപ്പോഴും ഒരു കോംപ്ലക്സ് ഫംഗ്ഷനുമാണ്. അപ്പോൾ പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ് അല്ലേ? പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല, സാധ്യതയാണല്ലോ. പക്ഷേ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആവാം. ഓക്കെ, പ്രോബബിലിറ്റി നെഗറ്റീവ് ആവില്ല, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെ സൈക്ക് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല സൈ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിലേക്ക് കടക്കാണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ probability density of finding a particle at a point XYZ at a particular time T is given by psi star psi. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ XYZ എന്ന പോയിന്റിൽ പർട്ടിക്കുലർ ടൈം ടിയിൽ കാണാനുള്ള പ്രോബബിലിറ്റിനെയാണ് സൈ സ്റ്റാർ സൈ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. P ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൈയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. സൈ വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെയാണ് നമ്മൾ സൈ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ബോൺ ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോൾ ഇതിന് നമുക്ക് ഇതിപ്പോ XYZ 3 ഡയമെൻഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ N ഡയമെൻഷനിൽ ആവാം, F ഡയമെൻഷനിൽ ആവാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. PQT equal to psi star psi. Okay, അപ്പോൾ probability of finding a particle within Q and Q plus dq is dp which is equal to psi star psi dq. Okay, ഇതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. അതായത് ആ പാർട്ടിക്കിളിനെ സ്പേസിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതായത് ഇൻ്റഗ്രൽ ഡി പി ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ക്യു ഇസ് ഈക്വൽ ടു 1. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ക്യു ഈക്വൽ ടു 1 ഒരു വേവ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയുക ദ വേവ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി നോർമലൈസ്ഡ്. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ.
ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമ്മൾ പറയുക വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്. പോസ്റ്റ്ലേറ്റ് നമ്പർ 2 ഈസ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് ഒരു മീനിങ് ഡാറ്റ നമ്മൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ക്വാണ്ടിറ്റി വിചാരിക്കുക. അതിൻ്റെ നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എക്സെട്ര. അതിൻ്റെ മെഷർമെന്റിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആണ്. ഓരോ വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റി ആൽഫ 1 ആണ് വാല്യൂ ആവാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ആൽഫ 1, ആൽഫ 2ന്റെ പ്രോബബിലിറ്റി പി ഓഫ് ആൽഫ 2 ആൻഡ് ആൽഫ 3യുടെ പ്രോബബിലിറ്റി പി ഓഫ് ആൽഫ 3. അങ്ങനെ അത് പോവാന്ന് വിചാരിക്കുക. ഇവിടെ എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് 1 ആണ്. അപ്പോൾ സമ്മേഷൻ ഐ പി ഓഫ് ആൽഫ ഐ is equal to 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഡിനോട്ടഡ് ലൈക്ക് ദിസ്. എക്സ്പെക്ടേഷൻ ആൽഫ ഈസ് സമ്മേഷൻ ഐ ആൽഫ ഐ പി ഓഫ് ആൽഫ ഐ. അതായത് ഓരോ മെഷർമെന്റും വെയ്ഡ് ബൈ ഇറ്റ്സ് പ്രോബബിലിറ്റി, അതിൻ്റെ അരിത്തമാറ്റിക് മീൻ, അതിനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു വേരിയബിളിലേക്ക് പോവാം. കൺസിഡർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ കോർഡിനേറ്റ് ഓൺലി. അപ്പോൾ ആ കോർഡിനേറ്റിനെ സ്പേസിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി സപ്പോസ് ഇറ്റ് ബി ഡി പി നമ്മൾ നേരത്തെ കണ്ടതാണ്, വിച്ച് ഈസ് ഓക്കെ. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എഫ് we can written as f p dq. okay, it is integral f p dq. integral f p q വരുന്നൊക്കെ എന്ത് കൊടുക്കാം, psi star psi dq. നോർമലി നമ്മൾ ഇത് എഴുതുന്ന ഓർഡർ ഇതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എസ് ഈക്വൽ ടു psi star f psi dq. ഓക്കെ, അപ്പോൾ തേർഡ് പോസ്റ്റ്ലേറ്റ് ഇറ്റ് ഈസ് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എവറി ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് ദർ കറസ്പോണ്ട്സ് ആൻ ഓപ്പറേറ്റർ. ഓരോ ക്വാണ്ടിറ്റീനെയും കറസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെക്ടേഷൻ വാല്യൂ എഴുതിയില്ലേ, എക്സ്പെക്ടേഷൻ എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ psi star എഫ് psi dq. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ശരിക്കും ഓപ്പറേറ്റർ ആണ് ഓപ്പറേറ്റിംഗ് ഓൺ ദി വേവ് ഫംഗ്ഷൻ psi. പക്ഷെ അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും എഫ് ഓപ്പറേറ്റർ ഫോം അതിലങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. എഫ് ഇറ്റ് സെൽഫ് ഈസ് ഇനഫ് ടു റെപ്രസെന്റ് ഇറ്റ്. അപ്പോൾ ഓപ്പറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ അതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓപ്പറേറ്റർ എഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ u of x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് അനദർ ഫംഗ്ഷൻ v of x. ലൈക്ക് ഇപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ എടുക്കാം, d by dx ഓപ്പറേറ്റിംഗ് ഓൺ sin x. d by dx of sin x is equal to cos x. So an operator operating on a function gives another function. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അതായത് d by dx of sin x plus cos x. നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും. is equal to d by dx of sin x plus d by dx of cos x. ഓക്കെ, ഇതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആൽഫ ഒരു ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, സി എഫ് പ്ലസ് സി എഫ് 1 ഡി എഫ് 2. അപ്പോൾ സിയും ഡിയും ഇവിടെ കോൺസ്റ്റൻസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ റിട്ടൺ ആസ് സി ആൽഫ എഫ് 1 പ്ലസ് ഡി ആൽഫ എഫ് 2. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാം. ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് അത് റിയൽ ആണെങ്കിൽ, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ വി സേ ദാറ്റ് ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ നമുക്ക് റിയൽ ആയിട്ട് കിട്ടുക, റിയൽ വാല്യൂസ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് കിട്ടുക. സോ ദാറ്റ് ഇപ്പോൾ എഫ് ഹെർമീഷ്യൻ ആണെങ്കിൽ
എക്സ്പെക്ടേഷൻ എഫ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് റിയൽ ആയിട്ട് കിട്ടുമെങ്കിൽ അത് ഹെർമീജിയൻ ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ കോൺജുഗേറ്റ് എന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. അവിടെ വേറെ കോംപ്ലക്സ് പാർട്ട് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എക്സ്പെക്ടേഷൻ എഫ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എഫ് കോൺജുഗേറ്റ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ്പെക്ടേഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ സൈ സ്റ്റാർ എഫ് സൈ ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ കോൺജുഗേറ്റ് ഇന്റഗ്രൽ സൈ എഫ് സ്റ്റാർ സൈ സ്റ്റാർ ഡി ക്യൂ. കോൺജുഗേറ്റ് സൈ സ്റ്റാറിന്റെ കോൺജുഗേറ്റ് സൈ, എഫിൻ്റെത് എഫ് സ്റ്റാർ, സൈ സ്റ്റാർ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർത്ത് പോസ്റ്റുലേറ്റ് ഈസ് ഐഗൻ വാല്യൂ. ഓക്കെ, ഇപ്പൊ ഐഗൻ വാല്യൂ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ഇക്വേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജി ക്യാപ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ എ ഫംഗ്ഷൻ സൈ എൻ ഗീവ്സ് എ കോൺസ്റ്റന്റ് ജി എൻ ടൈംസ് സൈ എൻ. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ കോൺസ്റ്റന്റ് ടൈംസ് ദാറ്റ് ഫംഗ്ഷൻ കിട്ടുന്നു. ഇങ്ങനെ നമുക്കൊരു ഓപ്പറേറ്ററിനെയും അതിന്റെ വേവ് ഫംഗ്ഷനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഇക്വേഷനെയാണ് നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് ടേംഡ് ആസ് ഐഗൻ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ സൈ എൻ ഇസ് ദ ഐഗൻ ഫംഗ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ ജി എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്, ജിയുടെ മെഷർമെന്റ് ആയിട്ട് കിട്ടുന്ന ജി എൻ ആണ്. അതിനെയാണ് നമ്മൾ ഐഗൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. Okay, so an operator operating on its eigenfunction gives eigenvalue times the function. Okay, ഈ ഇക്വേഷനെയാണ് നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഓപ്പറേറ്റർ ജിയുടെ ക്വാണ്ടൈസേഷൻ കൂടിയാണ്. ഈ ജിക്ക് പർട്ടിക്കുലർ വാല്യൂസ് ജി എൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ദ ഓപ്പറേറ്റർ ജി ഈസ് സെയ്ഡ് ടു ബി ക്വാണ്ടൈസ്ഡ്. ഫിഫ്ത്ത് വൺ ഈസ് ടൈം ഡെവലപ്മെന്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. സിംപ്ലി നമുക്ക് പറയാം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹാമിൽട്ടോണിയൻ കറസ്പോണ്ട്സ് ടു ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ആണ്. അപ്പോൾ നമ്മുടെ ഐഗൻ വാല്യൂ ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോൾ എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് ആണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, വേർ സൈ ഈസ് ദി ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ. ഓക്കെ, സോ എച്ച് ക്യാപ് സൈ ഈക്വൽ ടു എനർജിയുടെ ഓപ്പറേറ്റർ നമ്മൾ തേർഡ് പോസ്റ്റുലേറ്റിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ. സോ ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ഫോം. എച്ച് സൈ ഈക്വൽ ടു ഇ സൈ and h i equal to i h cut dou by dou t of psi. തുടർന്ന് വരുന്ന വീഡിയോസ് ലഭ്യമാകുന്നതിനായി ഫ്രീ ഫോൾ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.